ദുബായിലെ പതിവ് തിരക്കുകളും ട്രാഫിക്കും ബിൽഡിംഗ്സും വിട്ട് കുറച്ച് പീസ്ഫുൾ ആയ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് തോന്നിയ ദിവസം ഞങ്ങൾ യാത്ര തിരിച്ചത് ഷാർജയിലെ അൽ റഫീസ ഡാമിലേക്കാണ്. റോഡ് ട്രിപ്പ് തുടങ്ങുന്ന സമയം മുതൽ തന്നെ സീൻ മാറി തുടങ്ങും. ഒരു വശത്ത് വലിയ മലകൾ, മറ്റൊരു വശത്ത് തുറന്ന ആകാശം. സിറ്റി വൈബിൽ നിന്ന് നേച്ചർ വൈബിലേക്ക് സ്ലോലി മാറുന്ന ഒരു ഫീൽ. അൽ റഫീസ ഡാമിലെത്തി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആദ്യമായി കണ്ണിൽപ്പെട്ടത് വലിയ മലകൾക്കിടയിൽ കിടക്കുന്ന ആ വലിയ നീല വെള്ളം തന്നെയാണ്. സത്യമായി പറയണമെങ്കിൽ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നതിലും നേരിൽ കാണുമ്പോൾ അതിന്റെ ബ്യൂട്ടി വേറെ ലെവലാണ്. ആ ശാന്തത, ആ തണുത്ത കാറ്റ്, ആ അറ്റ്മോസ്ഫിയർ. കുറച്ചു നേരം ഒന്നും സംസാരിക്കാതെ വ്യൂ മാത്രം നോക്കി നിൽക്കാൻ തോന്നും. Dreaming that we'd make it in the rear view. Our reflection is a stranger to the time and place we met. I was so upset, but you made it all better. Now it's messing with my head, yeah. We don't say goodbye the best. I still feel ghosts inside my chest. Didn't learn our lesson, but if you want, can we try again? We don't say goodbye the best. I still feel ghosts inside my chest. No, we didn't learn our lesson, but if you want, can we try again? Try again. ഇവിടേക്ക് വരുന്ന മിക്ക ആളുകളുടെയും മെയിൻ അട്രാക്ഷൻ കയാക്കിംഗ് തന്നെയാണ്. ലൈഫ് ജാക്കറ്റ് ധരിച്ച് കയാക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആ മൊമെന്റ് മുതൽ ഒരു ഡിഫറന്റ് എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യും. ആദ്യം ചെറിയ പേടിയുണ്ടാകും, ബാലൻസ് കിട്ടുമോ, കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ അതെല്ലാം മാറും. പിന്നീട് വെള്ളവും മലകളും നമ്മളും മാത്രം. കയാക്ക് മുന്നോട്ട് പോകുമ്പോൾ ചുറ്റുമുള്ള സൈലൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. നഗരത്തിലെ നോയ്സ് ഒന്നുമില്ല, വെള്ളത്തിന്റെ ചെറിയ ശബ്ദവും കാറ്റിന്റെ തണുപ്പും മാത്രം. ചില മൊമെന്റിൽ കയാക്ക് നിർത്തി സറൗണ്ടിങ്സ് നോക്കിയിരുന്നു. ആ സമയത്ത് ഹോണസ്റ്റ്ലി തോന്നിയത് യുഎഇയിൽ ഇങ്ങനെ പീസ്ഫുൾ ആയ സ്ഥലങ്ങളുണ്ടെന്ന് പലർക്കും അറിയില്ല എന്നതാണ്. അൽ റഫീസയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ നേച്ചർ ഫീലാണ്. മലകൾ വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത്, ആകാശത്തിന്റെ നിറം മാറുന്നത്. ഈവനിംഗ് ആകുമ്പോൾ പ്ലേസ് മുഴുവൻ സിനിമാറ്റിക് ലുക്കിലേക്ക് മാറും. ഗോൾഡൻ സൺലൈറ്റ് മലകളിൽ പതിക്കുന്ന ആ വ്യൂ നേരിൽ കാണുമ്പോൾ അതിന്റെ ബ്യൂട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഫാമിലിയായി വരുന്നവരും ഫ്രണ്ട്സിനൊപ്പം ചിൽ ചെയ്യാൻ വരുന്നവരും ഇവിടെ പ്ലെന്റിയാണ്. ചിലർ കയാക്കിംഗ് ചെയ്യുന്നു, ചിലർ സിംപ്ലി വ്യൂ എൻജോയ് ചെയ്യുന്നു. We can hit rewind and treat each other right. That would make it in the rear view. Our reflection is a stranger to the time and place we met. I was so upset, but you made it all better. Now it's messing with my head, yeah. We don't say goodbye the best. I still feel ghosts inside my chest. No, we didn't learn our lesson, but if you want, can we try again? We don't say goodbye the best. ഡാമിന് സമീപത്ത് കഫേ ഏരിയകളും ഉണ്ട്. കയാക്കിംഗ് കഴിഞ്ഞ് ഒരു കോഫി എടുത്ത് വ്യൂ നോക്കിയിരിക്കുമ്പോൾ ആ ടയർഡ്നെസ് പോലും എൻജോയബിൾ ആയി ഫീൽ ചെയ്യും. ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യം ആർക്കും ഹറി ഇല്ല എന്നതാണ്. എല്ലാവരും മൊമെന്റ് എൻജോയ് ചെയ്യുകയാണ്. അൽ റഫീസ ഡാം ഇതൊരു അഡ്വഞ്ചർ മാത്രമല്ല, ബിസി ലൈഫിൽ നിന്ന് കുറച്ച് സമയം മാറി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടിയാണ്. നേച്ചർ സ്ലോ ആയി എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സ്ഥലം തീർച്ചയായും കണക്ട് ചെയ്യും. ചില സിമ്പിൾ മൊമെന്റ് മതി മൈൻഡ് റീഫ്രഷ് ആകാൻ. ഷാർജയിലെ മലകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ സ്ഥലം കയാക്കിംഗ് എക്സ്പീരിയൻസ് കൊണ്ടായാലും പീസ്ഫുൾ
അറ്റ്മോസ്ഫിയർ കൊണ്ടായാലും ഈ യാത്ര മനസ്സിൽ നിൽക്കും. നിങ്ങൾ UAE ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരാൻ ട്രൈ ചെയ്യൂ. സ്പെഷ്യലി ഈവനിങ് ടൈം മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Can we pass the test this time? I can call you mine. We can hit rewind and treat